നമസ്കാരം. മലയാളികളും തമിഴ് സിനിമാ പ്രേമികളും ഒരുപോലെ സ്നേഹിക്കുന്ന നടിയാണ് രേവതി. മികച്ച അഭിനേത്രി മാത്രമല്ല, സംവിധായകയും സാമൂഹിക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള വ്യക്തിത്വവുമാണ് അവർ. എന്നാൽ ഇപ്പോൾ രേവതി സ്വന്തം വ്യക്തിജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. എന്നെ തിരികെ കൊണ്ടുവന്നത് എൻ്റെ മോളാണ് എന്നാണ് രേവതി പറഞ്ഞിരിക്കുന്നത്. രേവതിയുടെ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു അമ്മയുടെ ജീവിതാനുഭവവും ഒരുപാട് പോരാട്ടങ്ങളുമാണ്. എന്തുകൊണ്ടാണ് രേവതി ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മകൾ മഹി എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്നുകൂടി പറയേണ്ടി വരും. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് രേവതി തൻ്റെ ജീവിതത്തെക്കുറിച്ചും മനസ്സിലെ ചിന്തകളെക്കുറിച്ചും തുറന്നു സംസാരിച്ചത്. ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നത് മാറ്റങ്ങൾ മാത്രമാണെന്ന് രേവതി പറയുന്നു. മുൻപ് ഇഷ്ടമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഇഷ്ടമല്ലെന്നും, ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരില്ലാത്ത ഒരിടത്തേക്ക് പോയി കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതാണെന്നും അവർ പറയുന്നു. അവിടെ ഇരുന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കണം, സ്വയം കൂടുതൽ മനസ്സിലാക്കണം, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹമെന്നും രേവതി പറയുന്നു. അഭിമുഖത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം ഇതായിരുന്നു. പുറം ലോകം തന്നെ നല്ലയാളാണെന്ന് പറയുന്നുണ്ടെങ്കിലും തനിക്ക് അത്ര നല്ലയാളാണെന്ന് തോന്നാറില്ലെന്നാണ് രേവതി പറയുന്നത്. തനിക്കുമുണ്ട് ദേഷ്യങ്ങളും അസ്വസ്ഥതകളും. വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ താൻ മോശക്കാരിയാണെന്നും അവർ ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്. പുറത്ത് നല്ല പേരുണ്ടാക്കുന്നതിനേക്കാൾ വീട്ടിലുള്ളവരുടെ മനസ്സിൽ നല്ലവളാവുക എന്നതാണ് ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും രേവതി വ്യക്തമാക്കി. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ജീവിതത്തിൽ ഇന്നും തന്നെ പിന്തുടർന്ന ഒരു ചോദ്യമുണ്ടെന്നാണ് രേവതി പറയുന്നത്. ഞാൻ ആരാണ്, ആ ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്താനുള്ള യാത്രയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതമെന്നും അവർ പറയുന്നു. ഇത്തരത്തിലുള്ള ആത്മപരിശോധനയാണ് രേവതിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് എന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു. കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ അച്ഛനും അമ്മയും സഹോദരിയും മകൾ മഹിയും എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സഹോദരി ഒരു പൈലറ്റാണ്. സിനിമയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ താൻ നൃത്തവുമായി ബന്ധപ്പെട്ട മേഖലയിലായിരിക്കുമായിരുന്നുവെന്നും രേവതി പറയുന്നു. പൈലറ്റാകാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രേവതിയുടെ വ്യക്തിജീവിതവും പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. സംവിധായകനും നടനുമായ സുരേഷ് ചന്ദ്ര മേനോനുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് രേവതി അമ്മയാകാനുള്ള തീരുമാനമെടുത്തത്. 2013 IVF ചികിത്സയിലൂടെ മകൾ മഹിക്ക് അവർ ജന്മം നൽകി. എന്നാൽ ഈ വിവരം പൊതുവേദിയിൽ പങ്കുവച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ്. അമ്മയായെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പലരും കുഞ്ഞിനെ ദത്തെടുത്തതാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായ മറുപടി തന്നെയായിരുന്നു രേവതി അന്നും നൽകിയത്. അല്ല, ഇത് എൻ്റെ സ്വന്തം കുഞ്ഞാണ്. ഈ തുറന്നു പറച്ചിൽ അന്ന് വലിയ ചർച്ചയായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ മകളാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഹൃദയം തൊടുന്ന വാക്കുകളാണ് രേവതി പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എൻ്റെ ചക്കര കുട്ടിയാണ് എന്നാണ് രേവതി പറഞ്ഞത്. മുൻപ് ജീവിതത്തിൽ എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന ആശയക്കുഴപ്പം എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് രേവതി പറയുന്നത്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ പല ദിശകളിലേക്ക് സഞ്ചരിക്കുന്നത് പോലെയായിരുന്നു ജീവിതം. എന്നാൽ മകൾ മഹി ജനിച്ചതോടെയാണ് എല്ലാം മാറിയത്. മകൾ തൻ്റെ ജീവിതത്തിന് ഒരു ദിശയും അർത്ഥവും നൽകിയെന്നും താൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതുപോലെയാണ് അനുഭവപ്പെടുന്നതെന്നും രേവതി പറയുന്നു. അതുകൊണ്ടാണ് എന്നെ തിരികെ കൊണ്ടുവന്നത് മോളാണ് എന്ന് അവർ വികാരഭരിതയായി പറഞ്ഞത്. രേവതിയെ പോലെ തന്നെ മകൾ മഹിയും ആരാധകർക്ക് ഏറെ കൗതുകമുള്ള വ്യക്തിയാണ്. എന്നാൽ മകളെ പൊതുവേദികളിൽ നിന്ന് അകറ്റി നിർത്താനാണ് രേവതി എപ്പോഴും ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയിലോ പൊതുപരിപാടികളിലോ മഹിയെ വളരെ അപൂർവമായാണ് കാണാറുള്ളത്. ഒരു സാധാരണ കുട്ടിയെ പോലെ മാധ്യമ ശ്രദ്ധയില്ലാതെ വളരണമെന്നാണ് രേവതിയുടെ ആഗ്രഹം. ഇതാണ് പലരും അഭിനന്ദിക്കുന്ന മറ്റൊരു കാര്യം. സിനിമയിലും രേവതി സജീവമാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ ജനനായകൻ എന്ന ചിത്രത്തിൽ വിജയിയുടെ അമ്മയുടെ വേഷമാണ് രേവതി അവതരിപ്പിച്ചത്. ആ കഥാപാത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. മലയാള സിനിമയിൽ രേവതിയെ വീണ്ടും പ്രധാന വേഷത്തിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഒരു മികച്ച അഭിനേത്രി, മികച്ച സംവിധായിക, അതിലുപരി ജീവിതത്തെ തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു അമ്മ. മകൾ മഹി തൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകിയെന്ന് രേവതി പറഞ്ഞ വാക്കുകൾ നിരവധി ആളുകളെയാണ് സ്പർശിച്ചത്.